കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് ഒരു പുലി. ഈ പുലിയെ പിടിക്കാൻ പലവട്ടമൊക്കെ കൂട് സ്ഥാപിച്ചു, പക്ഷേ പുലിയെ കൂട്ടിൽ കയറുന്നില്ല. ഇപ്പോൾ വനം വകുപ്പ് വീണ്ടും ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ചക്കിട്ടപ്പാറ പൂഴിത്തോട്ടിലാണ് വീണ്ടും കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പൂഴിത്തോട് മാവട്ടത്ത് കഴിഞ്ഞ ദിവസം ആടിനെ പുലി പിടിച്ചിരുന്നു. രമ്യാദാസാണ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. രമ്യ, വീണ്ടും ഒരു കൂട് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. പുലി കുടുങ്ങുമെന്നാണ് പ്രതീക്ഷയല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, വീണ്ടും ഒരു കൂട് കൂടി. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ പൂഴിത്തോട് മാവട്ടത്ത് വീണ്ടും ഒരു ആടിനെ കൂടി ഈ പുലി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പൊറ്റക്കാട്ട് പ്രീതയുടെ വീട്ടില് കൂട്ടിൽ കെട്ടിയിട്ട ആടിനെയായിരുന്നു പുലി പാതി നിലയിൽ ഭക്ഷിച്ച രീതിയിൽ കണ്ടെത്തിയത്. അപ്പോൾ വീണ്ടും ഇവിടെ പുലി സാന്നിധ്യം ഉണ്ട്. കാരണം കഴിഞ്ഞ ജനുവരിയിൽ ഉൾപ്പെടെ ഇവിടെ പുലി സാന്നിധ്യം കണ്ടിരുന്നു. അതിനെ തുടർന്നെല്ലാം ഈ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ കൂട്ടിലൊന്നും പുലി അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വീണ്ടും പുലിയുടെ സാന്നിധ്യം അവിടെ തിരിച്ചറിയുന്നു. ഇങ്ങനെ ഒരു ആടിനെ അവിടെ പുലി പാതി നിലയിൽ ഭക്ഷിച്ച രീതിയിൽ കൊന്നിടുന്നതും. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും ഒരു പുതിയ കൂട് കൂടി വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ നേരത്തെ ഈ ആടിനെ കൊന്നതിന് സമീപം തന്നെ ആയിരുന്നു കൂട് സ്ഥാപിച്ചിരുന്ന വനംവകുപ്പ്. പക്ഷെ ഈ കൂട്ടിലും ഈ പുലി അകപ്പെട്ടിരുന്നില്ല. അപ്പൊ ഇതിനെ തുടർന്ന് വീണ്ടും ഒരു കൂട് കൂടിയാണ് ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കൂട്ടിലെങ്കിലും ഈ പുലി കുടുങ്ങുമെന്ന പ്രതീക്ഷയിലാണ്. അതോടെ തന്നെ നാട്ടുകാരുടെ ഭീതി ഉൾപ്പെടെ കുറയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് പ്രദേശവാസികളെല്ലാം തന്നെ. ഓക്കെ രമ്യ, ഈ മറ്റ് മൃഗങ്ങൾ, ഏത് മൃഗമാണെങ്കിലും കാട് വിട്ട് പുറത്തിറങ്ങുന്ന മൃഗങ്ങളൊക്കെ, വന്യ മൃഗങ്ങളൊക്കെ നമുക്ക് ഭയം ഉണ്ടാക്കുന്നത് തന്നെയാണ്, പേടി ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഈ പുലിയാണ് ഈ നാട്ടുകാർ ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിരുന്നു പല ഈ നേരത്തെയൊക്കെ ഇവരുടെ പ്രതികരണമൊക്കെ പുറത്തു വന്നതാണ്. എത്രയും വേഗം ആ പുലി കുടുങ്ങട്ടെ. പല കൂടുകളായി കൂട്ടിൽ, പക്ഷേ പുലി മാത്രം കയറുന്നില്ല, ആടിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് പുലി. അപ്പോൾ ഇത്തവണയെങ്കിലും നമുക്ക് നോക്കാം, പുലി കയറുമെന്ന് പ്രതീക്ഷിക്കാം. രമ്യയാണ് വിവരങ്ങളൊക്കെ നൽകിയത്.